ആർ യു റെഡി? ശ്രദ്ധിക്കുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിലെ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, തൃശ്ശൂരിലെ കല്യാൺ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു ഫേം. ഓക്കെ, കല്യാണരാമന്റെ കല്യാൺ ജ്വല്ലേഴ്സോ അല്ലെങ്കിൽ പട്ടാഭിരാമൻ സാറിന്റെ രണ്ടുപേരും സാറന്മാർ തന്നെ ഉണ്ടോ? പട്ടാഭിരാമൻ സാറിന്റെ എന്താ പറയാ കല്യാൺ സിൽക്സോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ആദ്യത്തെ വർഷം മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആയിട്ട് അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിട്ട് 6 കോടി രൂപ അവർ ചെലവഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് 6 കോടി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അത് മൊത്തം അതൊക്കെ മൊത്തം എത്ര കോടി ചെലവഴിച്ചു? 6 കോടി രൂപ അവർ പരസ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു പറ ചെലവഴിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യാ വിചാരിക്കുകയാണ് കേട്ടോ. എത്ര കോടി ചെലവഴിച്ചു? ഒറ്റ മിനിറ്റ്, ക്യാമറ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ടോ? ഓക്കെ, തൃശ്ശൂരിലെ വലിയ ടെക്സ്റ്റൈൽ ഫേമായ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഫേം ആദ്യത്തെ കൊല്ലം അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, കേരളത്തിലുണ്ട്, കേരളത്തിന്റെ പുറത്തുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. സോ മൊത്തം അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട് അവർ 6 കോടി രൂപ ഫസ്റ്റ് ഇയറിൽ സ്പെൻഡ് ചെയ്തു. ഏതോ ഒരു വർഷം 2014 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു പർട്ടിക്കുലർ ഇയറിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തപ്പം ഈ പരസ്യം കൊണ്ട് അവർക്ക് കേരളത്തിൽ മൊത്തം നടന്ന അവരുടെ സെയില് 150 crore റുപ്പീസിന്റെ ബിസിനസ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, തൊട്ടടുത്ത വർഷം അവര് അത്യാവശ്യം നല്ല ബിസിനസ് ഒക്കെ ചെയ്തു. 150 കോടി രൂപയുടെ വിറ്റുവരവുകൾ നടത്തി. ഓക്കെ, തൊട്ടടുത്ത കൊല്ലം അവർ 8 കോടി പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അപ്പൊ അവർക്ക് 180 കോടി രൂപയുടെ ബിസിനസ് കിട്ടി. ഓക്കെ, അടുത്ത കൊല്ലം പരസ്യത്തിന്റെ സ്ട്രാറ്റജിക്ക് ഒന്നുകൂടി മാറ്റി പിടിച്ചിട്ട് അവർ എന്ത് ചെയ്തു? ഒന്നുകൂടി സെറ്റപ്പ് ആക്കി 10 കോടി രൂപ ബിസിനസ് ചെയ്തു, 10 കോടി രൂപ പരസ്യം ചെയ്തു, 230 കോടി രൂപയുടെ റിട്ടേൺ കിട്ടി. ഓക്കെ, തൊട്ടടുത്ത കൊല്ലം 15 കോടി രൂപ അവർ പരസ്യം ചെയ്തു, അവർക്ക് 280 കോടി രൂപയുടെ ബിസിനസ് കിട്ടി. തൊട്ടടുത്ത കൊല്ലം അവര് 20 കോടിക്ക് ചെയ്തു, അവർക്ക് 310ന്റെ ബിസിനസ് കിട്ടി. ഇങ്ങനെ കിട്ടി എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് എങ്കിൽ ഈ കല്യാൺ ജ്വല്ലേഴ്സ് 30 കോടി രൂപ പരസ്യത്തിന് ചെലവഴിച്ചാൽ എത്ര കോടി രൂപയുടെ ബിസിനസ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ പ്രവചിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു പറയും? പ്രവചിക്കുന്നു. ഇതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതാണ് എന്ത് പറയും? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതിന്റെ ക്വസ്റ്റ്യന്റെ ഒരു ആംഗിൾ ആണ് ഇത്. ഓക്കെ, ഇനി തിരിച്ചു പറയാം. സപ്പോസ് ഇതിന്റെ ഇപ്പൊ എന്തായി 300 കോടി രൂപയുടെ ബിസിനസ് ഒക്കെ ആയില്ലേ? അപ്പം കമ്പനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാണ് 400 കോടി രൂപ എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അല്ലെ? 400 കോടി രൂപ എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എത്ര കോടിക്ക് പരസ്യം ചെയ്താൽ? പരസ്യം മാത്രം പോരട്ടോ, പരസ്യം ചെയ്താൽ ആണ് 400 കോടി രൂപ അച്ചീവ് ചെയ്യുക. 1000 കോടി രൂപ എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എത്ര കോടിക്ക് പരസ്യം ചെയ്യണം? ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവൂലേ മാനേജ്മെന്റിന് അല്ലെ? അപ്പൊ ഇങ്ങനെ ചെയ്താൽ എത്ര കോടി ചെയ്താലാണ് ഇങ്ങനെ കിട്ടുക എന്നുള്ള അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? അവരിതില് കണ്ടുപിടിക്കുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നേരത്തെ 2012 ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ സിലബസില് 2012 ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ സിലബസില് ശ്രദ്ധിക്കുക 2012 ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ സിലബസിനകത്ത് പിന്നെ ഓക്കെ ശ്രദ്ധിക്കുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് 4 മെത്തേഡുകൾ ഉണ്ടായിരുന്നു. എത്ര മെത്തേഡ് ഉണ്ടായിരുന്നു? 4 മെത്തേഡ്. ഓക്കെ, അതിലൊന്ന് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് ആണ്, കുറച്ച് സീൻ ആണ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് എന്ന് പറയുന്ന കാൽക്കുലേഷന്. ഇപ്പൊ ഈ മെത്തേഡ് CMA US ഇപ്പോഴും ഉണ്ട്. ഈ മെത്തേഡ് നമ്മുടെ ഇതിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ടൈം സീരീസ് ആയിരുന്നു പണ്ട്. നമ്മുടെ ഈ CMA ഫൗണ്ടേഷനിലും CMA ഇന്റർമീഡിയറ്റിലും CMA ഫൈനലിലും കോമൺ ആയിട്ടുണ്ടായിരുന്ന സാറായിരുന്നു 3 ഇയർ ടൈം സീരീസ് വാല്യൂ, 4 ഇയർ ടൈം സീരീസ് വാല്യൂ, 5 ഇയർ ടൈം സീരീസ് വാല്യൂ. ഇപ്പൊ CMAന്റെ ഒരു കോഴ്സിലും എന്തില്ല, ടൈം സീരീസ് ഇല്ല. ഓക്കെ, ടൈം സീരീസ് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. പിന്നെ ഉണ്ടായിരുന്നത് വെയിറ്റഡ് ആവറേജ് മെത്തേഡ് ആയിരുന്നു. വെയിറ്റഡ് ആവറേജും നമുക്ക് ഒഴിവാക്കി. ഓക്കെ, പിന്നെ അത് പക്ഷെ എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇതിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു ചോദിച്ചിരുന്നത്, സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നത് ഇതായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ സിലബസിൽ അവസാനത്തെ ബാക്കിയുള്ളത് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് എന്ത് ചെയ്തത് അതിലുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ OPM റിഗ്രഷൻ ഇക്വേഷൻസ് അപൂർവമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. 2012 സിലബസിൽ എക്സ്ക്ലൂസീവ്ലി കോസ്റ്റിംഗിലും സെയിം ടോപ്പിക് ഉണ്ടായിരുന്നു. കോസ്റ്റിംഗിൽ ഇപ്പൊ നിങ്ങളെ ഫൈനൽ കോസ്റ്റ് മാനേജ്മെന്റ് ഇതേ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അന്ന് സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻസ് 1 ക്വസ്റ്റ്യൻസ് ഒക്കെ കോസ്റ്റിംഗിൽ ചോദിച്ചിരുന്നു. OPM പഠിച്ചാല് കോസ്റ്റിങ്ങിനും കൂടി ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു പണ്ട് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതില് നമുക്ക് പണ്ട് 4 മാർക്കിനും പണ്ട് 6 മാർക്കിനും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന്
ഓക്കെ, കുറച്ചും കൂടി വന്ന് 1-2 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ 10 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. 10 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും 10 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇതാണ് എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി അല്ല മക്കളെ? ആർ യു ഓൾ റെഡി? എല്ലാവരും റെഡിയാന്ന് വിചാരിക്കുന്നുണ്ടോ? തുടങ്ങാം കേട്ടോ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നൗ ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയതായിരുന്നു കേട്ടോ. ഓക്കെ, തുടങ്ങാം കേട്ടോ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എഴുതിക്കോളും. ആദ്യം നോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കും. ഡോണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഇതിനൊന്നും ആവശ്യം. ഓക്കെ, ഞാൻ പറയാം എന്താ ഇത്. മൾട്ടിപ്പിൾ ചോയ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എഴുതിക്കോളും. A regression equation y on x. A regression equation y on x. Regression equation y on x is of the form of a regression equation y on x is of the form of y is equal to a plus bx. ഒരു ഇക്വേഷൻ ആണ്. A regression equation y on x is of the form of y is equal to a plus bx. y is equal to a plus bx. ശ്രദ്ധിക്കുക, തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ല, കേരളത്തിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിൽ 6 കോടി രൂപ പരസ്യത്തിന് ചെലവഴിച്ചപ്പം 20 കോടി രൂപയുടെ ബിസിനസ്, ഓക്കെ സോറി 20 കോടി പോരാ, 200 കോടി രൂപയുടെ ബിസിനസ് 8 കോടി രൂപ പരസ്യത്തിന് ചെലവഴിച്ചപ്പം അവർക്ക് 274 കോടി രൂപയുടെ ബിസിനസ്, 12 കോടി പരസ്യത്തിന് ചെലവഴിച്ചപ്പം 414 കോടി രൂപയുടെ ബിസിനസ്. ഓക്കെ, ഇങ്ങനെയെങ്കിൽ നിങ്ങൾ 20 കോടി രൂപ ഈ ടെക്സ്റ്റൈൽസ് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ എത്ര കോടി രൂപയുടെ ബിസിനസ് ഈ കമ്പനിക്ക് കിട്ടും എന്നുള്ളത് കാണണം അല്ലെ? അഥവാ നിങ്ങൾ പ്രവചിക്കണം, അഥവാ നിങ്ങൾ എന്തിനാ പറയും, പ്രഡിക്റ്റ് ചെയ്യണം. ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ഇക്വേഷൻ. ഇവിടെ y ആണ് കാണുന്നത്. എന്താ കണ്ടുപിടിക്കുന്നത്? y ആണ് കാണുന്നത് ഓൺ എക്സ് 20 കോടി എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ? അപ്പം 20 കോടി എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഗിവൺ ഓൺ എക്സ്. എക്സിന്റെ മുകളിൽ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വൈ. ദാറ്റ് ഈസ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്. അഥവാ വൈ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്. എന്താ പറയാ? റിഗ്രഷൻ ഇക്വേഷൻ എന്താ പറയാ? വൈ ഓൺ എക്സ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാ, വൈ ആണ് കണ്ടുപിടിക്കുക എങ്കിൽ നമ്മൾ പറയുന്ന ടേം ആണ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്. റിഗ്രഷൻ ഇക്വേഷൻ എന്താ പറയുന്നത്? y on x. Okay, ഇനി നെക്സ്റ്റ്. Are you okay? ഇതിനെ പറഞ്ഞ പേരാണ് റിഗ്രഷൻ ഇക്വേഷൻ y on x. Okay, now അടുത്ത ടെർമിനോളജി എഴുതിക്കോളൂ. റിഗ്രഷൻ ഇക്വേഷൻ x on y. Regression equation x on y is of the form of regression equation x on y is of the form of x is equal to y minus a by b. Regression equation x on y is of the form of x is equal to y minus a by b. Regression equation x on y is of the form of x is equal to y minus a by b. X is equal to y minus a by b. Okay, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വീണ്ടും എടുക്കുന്നു. അഡ്വർടൈസ്മെന്റ് സെയിൽസ് 6 കോടിക്ക് ചെയ്തപ്പം 6 കോടിക്ക് പരസ്യം ചെയ്തപ്പം 200 സംതിങ് എന്തോന്ന് കിട്ടി. 8 കോടിക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി. ഇനി ആ ടെക്സ്റ്റൈൽസിന്റെ ഓണർ ആലോചിക്കുകയാണ്, കേരളത്തിൽ മൊത്തം ബിസിനസ് ചെയ്യുന്ന എനിക്ക് 400 കോടി രൂപയുടെ ബിസിനസ് എനിക്ക് കിട്ടണം. എത്ര കോടി രൂപയുടെ ബിസിനസ് കിട്ടണം? 400 കോടി രൂപയുടെ ബിസിനസ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എത്ര കോടിക്ക് പരസ്യം ചെയ്യണം? എത്ര കോടിക്ക് പരസ്യം ചെയ്യണം എന്നുള്ളതിനെ പറഞ്ഞ പേരാണ്. അഥവാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറയും റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ. അഥവാ വൈ തന്നിട്ടുണ്ട്, സെയിൽസ് ഇസ് 400 അല്ലെ? വൈ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഓൺ എക്സ്. ഒരു ശ്വാസം വിട്ടാൽ വൈ ഓൺ എക്സ്. എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഓൺ വൈ. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓൺ വൈ. ഓക്കെ, നൗ റിഗ്രഷൻ ഇക്വേഷൻ x on y is of the form of x is equal to y minus a by b. നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. y is equal to a plus bx. ഇതിന്റെ മീനിങ് കൂടി ഞാൻ പറഞ്ഞുതരാം. y is equal to a plus bx എന്നതിന്റെ മീനിങ് കൂടി പറഞ്ഞുതരാം.
Okay, now ശ്രദ്ധിക്കുക. Y is equal to a plus bx ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ 7 is equal to 3 plus 4 എന്ന് പറയുമ്പോൾ what is അല്ലെ എന്താണ് what is 4 is equal to എന്ന് ചോദിച്ചാൽ 7 minus 3 എന്ന് എഴുതാല്ലേ 4. അതുപോലെ y minus a അപ്പുറത്തുള്ള a ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി minus a y minus a equal to bx അങ്ങനെ വന്നാൽ x is equal to എന്തൊരു y minus a divided by b. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതങ്ങ് ബൈ ഹാർട്ട് ആക്കിയാൽ മതി എന്നിട്ട് മറ്റേ ഫോർമുല ഇതിൽ നിന്ന് എങ്ങനെ വന്നത് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. സോ x is equal to y minus a by b. X is equal to y minus a by b. Are you able to follow, my dear friends? X is equal to y minus a by b. X is equal to y minus a by b. Next. Next. Are you okay? Okay. Next. Another multiple choice on exam box. The regression equation is derived multiple choice. The regression equation is derived through method of least square. The regression equation is derived through method of least square. The regression equation is derived through method of least square. The regression equation is derived through method of least square. The regression equation is derived through method of least square. Regression equation is derived through method of least square, method of moment, okay, method of wrong method of least square or method of moment. What is answer? Method of least square. Okay, regression equation is derived through method of least square, multiple choice. Method of least square. Regression equation is derived through method of least square. Are you okay? Next. After solving, this multiple choice. After solving the regression equation, after solving by the method of least square. After solving by the method of least square, after solving by the method of least square, we get two normal equations. We get two normal equations. We get two normal equations. After solving by the method of least square, we get two normal equations. Two normal equations. After solving by the method of least square, we get two normal equations. We get two normal equations. Next, the normal multiple choice. The name of the equations and the what are the name of the equations? Okay, in normal equations and the standard equation ആണ് അതൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കും. അതും ഇല്ലാതെ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞും എക്സാമിന് എങ്ങനെ ചെയ്താലും എന്ത് ചെയ്യാറുണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം എക്സാമിന് നമ്മുടെ പിള്ളേര് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡോ ഇൻഡയറക്റ്റ് മെത്തേഡോ അല്ല ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് ഉണ്ട് എന്നിട്ട് നമ്മുടെ പിള്ളേർ 90+ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്കോർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഷയമല്ല കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ള ചെയ്താൽ മതി. y is equal to a plus bx ഉം x is equal to y minus a by b യും തെറ്റിക്കാതിരുന്നാൽ മതി. ടെക്സ്റ്റിൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും സാധാരണ എക്സും വൈയും തരുന്ന ഡിമാൻഡും പ്രൈസും തരുന്നതിന് ഡിമാൻഡും അതായത് അഡ്വർടൈസ്മെന്റും സെയിൽസും പോലത്തെ ക്വസ്റ്റ്യന് എക്സ് ഫാക്ടറും വൈ ഫാക്ടറും വരുന്ന ക്വസ്റ്റ്യൻസിന് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണമെന്നും ടൈം സീരീസ് വന്നാൽ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് ടെക്സ്റ്റും ചെയ്തിട്ടുള്ളത്. രണ്ടാണ്. ഈ ഡയറക്റ്റ് മെത്തേഡില് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഡ് ആകുമ്പോൾ ഒരു റൂളും നമ്പർ ഓഫ് ഇയേഴ്സ് ഈവൻ ആകുമ്പോൾ ഒരു റൂളും അങ്ങനെ ഈ റൂളുകളൊക്കെ പറഞ്ഞിട്ട് ഒന്നായിട്ട് അൽക്കുൽത്താവും. എന്താണ് അൽക്കുൽത്ത്? ബുദ്ധിമുട്ടാവും. പക്ഷെ അതൊന്നും വേണ്ട. ഞാൻ ഒരു മെത്തേഡ് കാണിച്ചു, ആ മെത്തേഡ് ഫോളോ ചെയ്താൽ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് രക്ഷപ്പെടാം? അൽക്കുൽത്തുനിന്ന് രക്ഷപ്പെടാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടാം കേട്ടോ. അപ്പൊ ഈ ടു നോട്ട് വെറുതെ ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സിന് വേണ്ടി നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇതുള്ളൂ. The two normal equations are sigma y is equal to NA plus B into sigma x. Sigma y is equal to NA plus B into sigma x. Sigma y is equal to NA plus B into sigma x. Sigma y is equal to NA plus B into sigma x. രണ്ടാമത്തത് sigma xy is equal to sigma xy is equal to A into sigma x.
sigma xy equal to a into sigma x plus b into sigma x square. ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. ഒറിജിനൽ സൊല്യൂഷൻ കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരും, കുറച്ച് സമയം എടുക്കും. ബിലോ ആവറേജ് കുട്ടികൾക്ക് ചെറിയൊരു സീനാണ്, പക്ഷെ പ്രശ്നമില്ല, ഇതിലും ചെയ്യാം. പക്ഷേ ഇറ്റ്സ് ഈസി. ഓക്കെ, സിഗ്മ y ഈക്വൽ ടു a into sigma x plus b into sigma x square. മൾട്ടിപ്പിൾ ചോയ്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പഠിപ്പിച്ചത്. ടെക്സ്റ്റ് ഒക്കെ ഇതിനെ പറഞ്ഞ പേര് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ്. എന്താണ് പറയുക? ഇൻഡയറക്റ്റ് മെത്തേഡ്. സോൾവ് ദ ക്വസ്റ്റ്യൻ ത്രൂ ഇൻഡയറക്റ്റ് മെത്തേഡ്, സോൾവ് ദ ക്വസ്റ്റ്യൻ ത്രൂ ഡയറക്റ്റ് മെത്തേഡ് എന്നൊന്നും നമുക്ക് ചോദിക്കില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇറലവന്റ് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യണം, ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യണം എന്നും ഒന്നുമില്ല. സോ നോട്ട് എ ഇഷ്യൂ. ഓക്കെ ഓക്കെ. സത്യത്തില് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ഇക്വേഷനെ മിനിമൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാല് മാത്സിലെ ഡോ പാർഷ്യൽ മിനിമൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്സിലെ ഡിഫറൻഷിയേഷൻ, ഫസ്റ്റ് സയൻസ് പഠിച്ച കുട്ടികൾക്കറിയാം, ഡിഫറൻഷിയേഷനിൽ തന്നെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഈക്വൽ ടു സീറോയും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു സീറോയും, കേട്ട് നിങ്ങൾ ബേജാറാണ് കേട്ടോ, ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ സീറോയും ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോയും ആകുമ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻസും വരുന്നത്. പക്ക പറഞ്ഞാല് മാത്സിലെ ഡിഫറൻഷിയേഷൻ ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ വന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞതാണ്, ബേജാറാണ്ട കേട്ടോ. ഇനി നമുക്ക് കലാപരിപാടി ഉണ്ട് കേട്ടോ. ഇനി ഡയറക്റ്റ് മെത്തേഡ് ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, indirect method is good. Indirect method is used for non-time series data. ചിലപ്പോൾ multiple choice ഒക്കെ കേട്ടോ. Indirect method is used for non-time series data. 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 Next, that is sigma y is equal to na plus b into sigma x. Sigma xy is equal to a into sigma x plus b into sigma x square. ഇപ്പൊ നിങ്ങൾ ചെയ്ത സാധനത്തിന് പറഞ്ഞ പേരാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. This is something indirect method. കേട്ടോ, ഒരു നിർബന്ധമില്ല ഇത് ചെയ്യണം എന്നുള്ളത്. നമ്മളെ അടുത്ത് മെത്തേഡ് ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. പേടിന്റെ റോങ്. നെക്സ്റ്റ് അടുത്ത Are you ready? Are you ready? Next, direct method. Direct method. Equal a is equal to sigma y by n. അതായത് y bar. A is equal to എളുപ്പം കാണുമ്പോൾ എളുപ്പം തോന്നും, പക്ഷെ സീനാണ് കേട്ടോ. A is equal to sigma y by n അഥവാ y bar. ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചെറിയൊരു സീൻ ഉണ്ട് ഇതിൽ. ഓക്കെ, കാണുമ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം, പക്ഷെ ഇത് സീനാണ്. ഇത് തെറ്റാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ഡയറക്റ്റ് മെത്തേഡ് ആണ്. കാരണം നമ്പർ ഓഫ് ഇയേഴ്സ് ഓഡ് ആകുമ്പോൾ ഒരു റൂൾ ഉണ്ട്, അത് വല്ലാതെ തെറ്റൂല. നമ്പർ ഓഫ് ഇയേഴ്സ് ഈവൻ ആകുമ്പോൾ എന്തായാലും തെറ്റാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധ നന്നായിട്ട് വേണം, എന്തായാലും ഇത് പഠിപ്പിക്കും കേട്ടോ. സോ ബി ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. ഇതല്ലേ എളുപ്പം സാർ എന്ന് ചോദിക്കരുത്, ഇതല്ല എളുപ്പം. ഇതിൽ റിസ്ക് കൂടുതലാണ്. എന്റെ സ്റ്റുഡൻസിന് 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാല് അതില് 100 പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതില് 60 പേർക്ക് കറക്റ്റ് ഉത്തരം കിട്ടാൻ ചാൻസ് ഉണ്ട്, ബാക്കി 40 പേർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഐ ഫൗണ്ട് എ റിസ്ക്. ഓക്കെ, സോ ആവറേജ് മാർക്ക് 6 ആണ്. പക്ഷെ ഞാൻ കാണിക്കുന്ന അടുത്ത മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അത് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് നോ റിസ്ക്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിച്ച് വൺ പറയൂ, ഏതാ ഞാൻ പ്രിഫർ ചെയ്യാ? ഞാൻ ഏതാ പ്രിഫർ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ, ഞാൻ ഏതാ പ്രിഫർ ചെയ്യേണ്ടത്? വിച്ച് വൺ ഐ ഹാവ് ടു പ്രിഫർ? തെറ്റണാണോ തെറ്റാതിരിക്കുന്നതാണോ പ്രിഫർ ചെയ്യേണ്ടത്? ഒരു മറുപടിയും വരുന്നില്ല. സെക്കൻഡ് വൺ, തെറ്റാതിരിക്കുന്നതാണ് പ്രിഫർ ചെയ്യേണ്ടത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നൗ അനദർ ഈസി വേ. ഇത് എഴുത്തോളൂ, ഇതുപോലെ ബി ഈക്വൽ ടു ഇത് എഴുത്തോളൂ. ഇതാണ് ഏറ്റവും ഈസി കേട്ടോ, ഏത് ക്വസ്റ്റ്യൻസ് ഈ മെത്തേഡിൽ ചെയ്യാം. ഇതുപോലെ ബി ഈക്വൽ ടു n into ഫോർമുല വലുതാന്നുള്ളൂ, പക്ഷെ ഇത് എളുപ്പമുണ്ട്. b is equal to n into sigma xy minus sigma x into sigma y, okay, divided by sigma x square minus sigma x whole square. b is equal to
B is equal to n into sigma xy minus sigma x into sigma y divided by sigma x square minus sigma x whole square. B is equal to n into sigma xy minus sigma x into sigma y divided by sigma x square minus sigma x whole square. This is B. ഇതൊന്ന് ബൈ ഹാർട്ട് ആക്കണേ. സത്യത്തിൽ ഈ മുകളിലുള്ളത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്നാണ് ഇതിനെ പറയാം. പോട്ടെ, കൊവേരിയൻസ് കാണാനുള്ള ഒരു വൺ ഓഫ് ദി ഫോർമുലയാണ്. അല്ല, കൊവേരിയൻസ് എൻ സ്ക്വയർ ഇൻറ്റു കൊവേരിയൻസ്, ഇറ്റ്സ് നോട്ട് കൊവേരിയൻസ്. ഓക്കെ, നെക്സ്റ്റ് കൂടി. അപ്പൊ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബി കാണാനുള്ള ഫോർമുല. അപ്പൊ അടുത്തത് എ കാണാനുള്ള ഫോർമുല. ഇതാണ് എ കാണാനുള്ള ഫോർമുല. എ ഇസ് ഈക്വൽ ടു y bar minus b into x bar. A is equal to y bar minus b into x bar. A is equal to y bar minus b into x bar. A is equal to y bar minus b into x bar. A is equal to y bar minus b into x bar. A is equal to y bar minus b into x bar. Okay, le? Good question. Are you ready? Are you ready, my dear friends? നമ്മൾ തുടങ്ങാൻ പോട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ കേട്ടോ. കുറച്ച് സമയം എടുക്കും. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എൻ്റെ ഡ്യൂട്ടി കുറയാണ്. നേരത്തെ LPP എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഞാൻ ഗെയിം കാണും. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി നിങ്ങൾ കളിക്കുന്നത് കോച്ചായ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാണും. എൻ്റെ ഡ്യൂട്ടി ഇല്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കും. ഓക്കെ, ക്വസ്റ്റ്യനെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു മനസ്സിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ഞാൻ നിങ്ങളോട് ഇരുന്നിട്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് 5ഉം പ്രീവിയസ് ഇയേഴ്സ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും ഡിസ്കസ് ചെയ്യും, സെയിം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ കേട്ടോ. ആർ യു ഓക്കെ? ഇസ് ദാറ്റ് ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്? ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റിൽ. അതുകൂടി അറിയുക. എക്സാം പോയിന്റിൽ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം സ്കോറിങ് വലിയ ഘടകമാണ് കേട്ടോ. ഓക്കെ, OPM-ൽ 80 അടിക്കണം, OPM-ൽ 90 അടിക്കണം. ഓക്കെ, കം ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. ഇതോളൂ. എന്താ നിങ്ങൾക്ക് റെസ്പോൺസ് ഇല്ലാത്തത്? വൈ ദർ ഇസ് നോ റെസ്പോൺസ്? ആർ യു റെഡി? പറയൂ, ആർ യു റെഡി? യെസ്. മറ്റേ ഉറങ്ങണങ്ങള് ആഫ്റ്റർനൂൺ നല്ല അടിപൊളി ബിരിയാണി വെച്ചിട്ടാണ് കളിക്കുന്നത് ആണോ? അല്ല. ഓക്കെ, നോക്കട്ടോ. തുടങ്ങട്ടോ മക്കളെ. സിമ്പിൾ. ഫോളോവിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസിംഗ് ആൻഡ് എസ്റ്റിമേറ്റഡ് സെയിൽസ് ആൻഡ് ജനറേറ്റഡ് സെയിൽസ് എന്നാണ് വേണ്ടത് കേട്ടോ. ഫോളോവിങ് ആർ ദി details of amount spent on advertisement and generated sales. Following are the details of amount spent on advertisement and generated sales. Following are the details of amount spent on advertisement and generated sales. Okay, year advertisement sales. Year advertisement sales. 3 കോളം. ഇയർ, അഡ്വർടൈസ്മെന്റ്, സെയിൽസ്. ഈ വാല്യൂ എന്റെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇവിടെ ശരിക്കും 250 ഇനി, ഇവിടെ ശരിക്കും 300 ഇനി. ഇങ്ങനെ എന്റെ മൈൻഡിലുണ്ട്. ഇനി അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഞാൻ പർപ്പസ്ഫുള്ളി മേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നൗ ആർ യു റെഡി? എഴുതിക്കോളൂ. ഇയർ 2012, 2013, 2014, 2015, 2016, 2017. 2012, 13, 14, 15, 16, 17. അഡ്വർടൈസ്മെന്റ് 25,
32, 44, 52, 60, 75. അതായത് 25 കോടിക്ക് നിങ്ങൾ പരസ്യം ചെയ്തു, 254 കോടി കിട്ടി. അല്ലെങ്കിൽ 25 ലക്ഷം രൂപ പരസ്യത്തിൽ ചെലവഴിച്ചു, 250. എങ്ങനെ വേണമെങ്കിലും വരട്ടോ. 25,000 രൂപ ചെലവഴിച്ചു, 2,54,000, സോറി, 25,000 രൂപ ചെലവഴിച്ചു, 2,54,000 2 കോടി 84 ഇത് എല്ലാം ഒറ്റ ഫിഗറിലാണ്. ഇത് ലാക്സ് ആക്കാം, ഇത് മൊത്തം ലാക്സ് ആക്കാം, ഇത് മൊത്തം ക്രോർസ് ആക്കാം. അതൊന്നും കൂടെ വിഷയമല്ല, ബാധിക്കൂല കേട്ടോ. ഇത് മൊത്തം 1000 ആക്കാം, 25 എന്നുള്ള 25,000 ആക്കാം, ഇത് മൊത്തം കോടിയാക്കാം, അതൊന്നും വിഷയമല്ല. ഇവിടെ ഉള്ളതെല്ലാം ഒരു യൂണിറ്റും, ഇവിടെ എല്ലാം വേറൊരു യൂണിറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിഗ്രഷൻ ഇക്വേഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, കൂൾ. ഓക്കെ, അപ്പം 25 കോടിക്ക് ചെയ്തപ്പം 284, 32 കോടിക്ക് ചെയ്തപ്പം 306, 44 ചെയ്തപ്പം 410, 52 ചെയ്തപ്പം 452, 60 ചെയ്തപ്പം 528, 75 ചെയ്തപ്പം 624. എല്ലാരും എഴുതിയോ? എല്ലാരും എഴുതിയോ? Are you okay? Shall I move into the next slide? Okay, next slide. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവും. മാക്സിമം വരെ 4 ക്വസ്റ്റ്യനാണ്. ഈ 4 ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ എങ്ങനെയും ഒരു ചാൻസിലും വരില്ല. ആ 4 ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻ ഈസ് 4 ടൈപ്പ്. ആ 4 ടൈപ്പ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന്, റൈറ്റ് ഡൗൺ റിഗ്രഷൻ ഇക്വേഷൻ y on x. Write down regression equation y on x. Write down regression equation x on y. Write down regression equation x on y. Write down regression equation x on y. Next, what is the estimated sale? What is the estimated sale when the amount spent on advertising is 90? What is the estimated sale when the amount spent on advertising is 90? What is the estimated sale when the amount spent on advertising is 90? Next, what is the amount spent to generate a sale of 1,000? 1000 കോടി രൂപയുടെ ബിസിനസ് നടക്കണമെങ്കിൽ എത്ര കോടിക്ക് പരസ്യം ചെയ്യണം? അതാണ് ചോദ്യം. പൊളിക്കും പ്രവചനം കേട്ടോ. ഇതിന് കുറച്ച് ഷർത്തും പുറത്തുകളൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ? ഷർത്തും പുറത്തും എന്ന് പറഞ്ഞാൽ കുറച്ച് നിബന്ധനകൾ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരേപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കണം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളതിന് മറുപടി പറയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയോ? ഗസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ റെഡിയാണോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ആർ യു ഇൻട്രസ്റ്റഡ്? എന്നിട്ട് സബ്ജക്ട് ഒരു കാര്യം പഠിക്കുമ്പോൾ അത് എവിടെ അപ്ലൈ ചെയ്യുക, എവിടെ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? നമുക്ക് വെറുതെ അങ്ങനെ ഫോർമുല പഠിച്ചിട്ട് എക്സാമിന് സ്കോർ ചെയ്താൽ മതിയോ? യു ആർ എ CMA സ്റ്റുഡൻസ് ആണ്. ഓക്കെ, റെഡി? ഓക്കെ, ഒരു ചോദ്യമാണ് കേട്ടോ, നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. കേരളം മൊത്തം ബിസിനസ് ഉള്ള ഒരു കമ്പനിക്ക് ഒക്ടോബർ മാസത്തില് കേരളത്തിലെ മൊത്തം സെയിൽസ് 50,000 രൂപയാണ് ഉള്ളത്. ബിസിനസ് പോരാ. അങ്ങനെ ഒക്ടോബർ കഴിഞ്ഞ അടുത്ത മാസം എന്താ? നവംബറിൽ ഒരു പുതിയ മാനേജറെ വെച്ച് ആകെ 50,000 രൂപയുടെ ബിസിനസ് ആണുള്ളത് അല്ലേ? നവംബർ മാസത്തിൽ ഒരു പുതിയ മാനേജറെ വെച്ച് നവംബർ പകുതിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ പുതിയ മാനേജർ വന്നത്. ബിസിനസ് 1.25 ലക്ഷം രൂപയായിട്ട് കയറി. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റാണ് മാനേജർ വന്നത്. പക്ഷേ ഡിസംബറില് പൊളിച്ച്. ഡിസംബറിലെ ബിസിനസ് 20 ലക്ഷമായി. 20 ലക്ഷം. അങ്ങനെയെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ്. എല്ലാവരും കമന്റ് ചെയ്യണേ. ജനുവരിയില് എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാവും? എത്ര ഉണ്ടാവും ബിസിനസ്? ഇതൊന്ന് പ്രവചിച്ചേ. ജസ്റ്റ് ഒന്ന് പ്രവചിച്ചു. നിങ്ങൾക്ക് തോന്നിയത് എന്തും പറയാം. ദർ ഇസ് നോ കാൽക്കുലേഷൻ. 20 lakh ഡിവൈഡഡ് ബൈ 1,25,000 അല്ലെങ്കിൽ 1,25,000 ഡിവൈഡഡ് ബൈ 50,000 അങ്ങനത്തെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഫീൽ, വെറുതെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. എത്ര ഉണ്ടാവും ബിസിനസ്? പറ. ദിസ് ഇസ് ദി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. നിങ്ങൾ ഗസ് ചെയ്തോളൂ, പറഞ്ഞോളൂ. ഒരു കോടി, 100 കോടി, ഓക്കെ, 20 ലക്ഷം, 33 ലക്ഷം,
50 ലക്ഷം, വെരി ഗുഡ്. 35 ലക്ഷം, ഓക്കെ. 25 ലക്ഷം, അങ്ങനെ പല പല ആൻസറുകളുണ്ട്. 30 lakhs ഉണ്ട്, ഓക്കെ. ഓ ഗ്രേറ്റ്, ഗുഡ് കമന്റ്, ഓക്കെ. 30 ലക്ഷം ഉണ്ട്, ഓക്കെ. 45 lakh ഉണ്ട്, 50, 68 ഉണ്ട്. ബെജിൻ is saying 58. Then, ഓക്കെ. കമന്റ് കഴിഞ്ഞോ? സോ കറക്റ്റ് ആൻസർ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കമന്റ് ചെയ്തത് ആരാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഓക്കെ. നൗ ശ്രദ്ധിക്കുക, ഈ കമ്പനിക്ക് ഇതാ നിങ്ങളെ കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത് 68 lakh, 15 lakh, 30 lakh, 50 lakh അങ്ങനെയൊക്കെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാട്ട് ഇസ് ദ ലാസ്റ്റ് മൻ കമന്റഡ്? ഓക്കെ. നൗ ശ്രദ്ധിക്കുക, ഒക്ടോബർ മാസത്തില് 50,000 രൂപയുടെ ബിസിനസ്, നവംബർ മാസത്തില് 1,25,000 രൂപയുടെ ബിസിനസ്, ഡിസംബർ മാസത്തില് 20 ലക്ഷം രൂപയുടെ ബിസിനസ്, ജനുവരി മാസത്തില് എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ചോദ്യം, അല്ലേ? നിങ്ങൾ 50 ലക്ഷം, നിങ്ങൾ 18 ലക്ഷം, നിങ്ങൾ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ജനുവരിയിൽ ആകെ ഉണ്ടായിരുന്ന കച്ചവടം 68,000 രൂപയുടെ കച്ചവടമാണ്. ബിസിനസ് കുറഞ്ഞു. എന്തുകൊണ്ട്? വൈ? ദിസ് ഈസ് എ ഗ്രീറ്റിംഗ് കാർഡ് ബിസിനസ്. ഡിസംബറിൽ ഗ്രീറ്റിംഗ് കാർഡ് പോവും. ന്യൂ ഇയറിന്റെ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങുന്നത് ഡിസംബർ ലാസ്റ്റിലാണ്. അതുകൊണ്ട് ബിസിനസ് ഇൻ ജനുവരി ഈസ് ലെസ്, but business in February will be high. Why? 14th February അല്ലേ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഇത് സാർ ആദ്യം പറഞ്ഞിട്ടില്ല, ഗ്രീറ്റിംഗ് കാർഡ് ആണ് സാർ പറഞ്ഞിട്ടില്ല, ഇത് ചതിയാണ് ചോദ്യം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്തമെറ്റിക്കൽ പ്രവചനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വെറുതെ ഫോർമുല വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം 2014-ലെയും 2015-ലെയും 2016-ലെയും 2017-ലെയും 2018-ലെയും 2019-ലെയും ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് 2020-ലെ നിങ്ങൾക്ക് ബിസിനസ് പ്രവചിക്കാൻ പറ്റില്ല. യു കനോട്ട് അപ്ലൈ റിഗ്രഷൻ ഇക്വേഷൻ ഫോർ ദ ഇയർ 2020. വൈ? പറയും, അതിനുള്ള മറുപടി എങ്കിലും പറ. വൈ യു കാണ്ട് യൂസ് 2020-ക്ക് റിഗ്രഷൻ ഉപയോഗിക്കാൻ പറ്റില്ല? ബിക്കോസ് ഇറ്റ്സ് എ പ്രൊഹിബിറ്റഡ് ഇയർ. ഓക്കെ. എന്താണ് ആ ഇയറിന്റെ പ്രത്യേകത? എന്താണ്? എന്ത് ദുഷകനാണ് 2000 അങ്ങനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ജസ്റ്റ് വൈ ഇറ്റ് ഇസ് നോട്ട്? യെസ്, കോവിഡ് അല്ലെ? കോവിഡ് കാരണം ബിസിനസ്, ഏതെങ്കിലും ബിസിനസ് വിചാരിച്ച മാതിരി പോകുന്നുണ്ടോ? ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഫോമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഒരേപോലെ ഒരേ ഫ്ലോയിൽ എന്ത് ചെയ്യണം? ബിസിനസ് പോകണം, എങ്കിലേ എന്ത് പറ്റുള്ളൂ? ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ലോജിക് കേട്ടോ. ഈ പറഞ്ഞതിന്റെ ലോജിക് ഞങ്ങളെ മക്കാരാക്കിയതല്ല, ഇങ്ങനെയാണ് കൺസെപ്റ്റ് മനസ്സിലാകേണ്ടത്. അതല്ലാതെ ജസ്റ്റ് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. Now, I will come back. ഒന്നാമത്തെ question, write down the regression equation y on x. അല്ല, എന്താണ് regression equation y on x ന്റെ ഫോർമുല? What is the formula for regression equation y on x? എന്താ y on x ന്റെ ഫോർമുല? y is equal to a plus bx. y is equal to എന്താ പറയും? a plus bx. Regression equation x on y. What is the formula? x on y. x is equal to y minus a by b. What is the amount to be spent when advertising is 90? എന്ന് പറഞ്ഞാൽ when x is equal to 90, what is the value of y? What is the value of y? Next, amount to be spent to generate a sale of 1,000. Amount to be spent to generate a sale of 1,000. അല്ലെ? അപ്പൊ y sale 1,000 ആണ്. എന്നാൽ y is equal to 1,000 ആണ്. What is x? അല്ലെ? അപ്പൊ ഞാൻ എഴുതിക്കോളൂ. ആദ്യം എഴുതിക്കോളൂ. regression equation y on x. Regression equation y on x. Regression equation y on x. Regression equation y on x is of the form of y is equal to a plus bx. Is of the form of y is equal to a plus bx. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. regression equation y on x is of the form of y is equal to a plus bx. y is equal to a plus bx. ഇതായത് where b is equal to n into sigma xy minus sigma x into sigma y divided by and then the formula divided by n sigma x square minus sigma x whole square. ശരിയല്ലേ? ഫോർമുല ഇതിൽ ഞാൻ എഴുതി തെറ്റിയോ? ചെക്ക്.
n into sigma xy, n into sigma xy minus sigma x into sigma y, okay, divided by n sigma x square minus sigma x whole square. This is the formula for B. അല്ലേ? ആണോ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യനിൽ it is not a time series data. It is not a time series data. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റ് എക്സ് ആണ്, വൈ എക്സ് ആണ് അഡ്വർടൈസ്മെന്റ്, സെയിൽ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈ. The first variable is x, second variable is y. Second variable is y. Okay, അപ്പോൾ ഇത് കാണാം. അടുത്തത് a is equal to y bar minus b into x bar. ആദ്യം b കിട്ടിയാൽ പിന്നെ y bar ഓൾറെഡി നമുക്ക് കാണാം, എക്സ് ബാർ കാണാം. അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, n into sigma xy minus sigma x into sigma y. ഓക്കെ, ഫോർമുല എല്ലാ രീതിയിലുണ്ടോ? അപ്പൊ ഇനി നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ അടുത്ത പേജിൽ ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്, y എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അടുത്ത പേജിൽ ഞാൻ ഇത് ചെയ്യാൻ പോകട്ടോ. അപ്പൊ ഇവിടെ ഉണ്ടോ, നമുക്ക് എന്തൊക്കെ വേണ്ടത്, ഫോർമുല ഇത് ആദ്യം ഇവിടെ മുകളിൽ നോക്കുക, n into sigma xy നിങ്ങളുടെ നോട്ടുകളുണ്ട്, മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ, ചെറുതാക്കി എഴുതി കേട്ടോ, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ബി. അപ്പൊ നമുക്ക് ബി കാണാൻ അത്രയും സാധനം വേണം അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കോളം എക്സ് ഇട്ട്, രണ്ടാമത്തെ കോളം വൈ ഇട്ട്, പിന്നെ നമുക്ക് വേണ്ടത് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സും കൂടി കൂട്ടിയാൽ സിഗ്മ എക്സ് ഇവിടെ കിട്ടും, എല്ലാ എക്സും കൂടി കൂട്ടിയാൽ സിഗ്മ എക്സ് കിട്ടും, എല്ലാ വൈയും കൂടി കൂട്ടിയാൽ സിഗ്മ വൈ ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സിഗ്മ എക്സ് വൈ, n into sigma xy, അതായത് സിഗ്മ എക്സ് വൈ ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ കൂട്ടിയാൽ സിഗ്മ എക്സ് വൈ കിട്ടും, എക്സ് ഇൻറ്റു വൈ സിഗ്മ എക്സ് വൈ. ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യട്ടോ. ബിഗ് രാഹുൽ ട്രാവിഡ്. ഓക്കെ, എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ, ഈ സാധനം ഉണ്ടല്ലോ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇത് വേണ്ട, ഇത് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം, എന്തൊക്കെ തന്നത് നോക്കാം. ഇത്രയും കോളങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ഉപയോഗിക്കാനൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, നൗ എക്സ് വൈ, സിഗ്മ എക്സ് വൈ അല്ല എക്സ് വൈ, സിഗ്മ എക്സ് വൈ ലാസ്റ്റ് ആണ് കാണാം, എക്സ് വൈ കേട്ടോ, എക്സ് വൈ. ഓക്കെ, എക്സ് 25 32 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അടുത്ത പേജ് ചെയ്യാട്ടോ. 25 32 44 52 60 75. y എന്ന് പറയുന്നത് 254 306 410 452 528 664. ഓക്കെ, ഇനി ഇതിന്റെ ആവശ്യമില്ല, സ്ലൈഡ് ഒന്ന് മാറ്റി പിടിക്കാൻ വെച്ചേ. ഇനി നമുക്കിവിടെ നല്ല വൃത്തിയുള്ള സ്ക്രീൻ കിട്ടിട്ടോ. ഒന്നാമത്തെ കാര്യം സിഗ്മ എക്സ് കാണണം. സിഗ്മ എക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടുക, എക്സിന്റെ വാല്യൂസ് ഒന്നായിട്ട് കൂട്ടിയാണേ. സിഗ്മ എക്സ് 25 പ്ലസ് 32 പ്ലസ് 44 പ്ലസ് 52 പ്ലസ് 60 പ്ലസ് 75 ഈക്വൽ ടു 288 എന്ന് കിട്ടി. സിഗ്മ എക്സ് ഇതെല്ലാം കൂടി കൂട്ടിയപ്പം എക്സിന്റെ വാല്യൂസ് എല്ലാം കൂടി കൂട്ടിയപ്പം 288 എന്ന് കിട്ടി. ശരിയല്ലേ? സിഗ്മ വൈ എല്ലാ വൈയും കൂടി കൂട്ടി, സിഗ്മ വൈ 254 ഇത്ര 306 അല്ലേ, 306 410 452 528 664 ഈക്വൽ ടു 2614 കേട്ടോ. ഇനി ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ക്ഷമിക്കുക, നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. ഇതിപ്പോ പല ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ചെയ്ത് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യും. ആസ് എ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനും കാര്യങ്ങൾ മനസ്സിലാവണം, എല്ലാ സ്റ്റുഡൻസിനും ഒന്നിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ടീച്ചറാണ് ഞാൻ. അവിടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, കയ്യിലുള്ള കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്ററിൽ MRC ബട്ടൺ 2 വട്ടം പ്രസ് ചെയ്യുക, എന്നിട്ട് AC അടിക്കുക. MRC ബട്ടൺ 2 വട്ടം പ്രസ് ചെയ്തിട്ട് AC അടിക്കുക. ഓക്കെ, 2 വട്ടം MRC അടിച്ച് AC അടിച്ച മെമ്മറി ക്ലിയർ ആവും. എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാം, 25 × 254 അടിക്കാം. 25 × എങ്ങനെ ചെയ്താ
രണ്ടോട്ടം ഒന്നുകൂടി പറയാം, രണ്ടോട്ടം MRC അടിച്ചിട്ട് AC അടിക്കുക. എന്നിട്ട് 25 × 254 അടിക്കുക. എന്നിട്ട് M+ അടിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. M+ അടിച്ചപ്പോൾ അവിടെ സ്ക്രീനിൽ വന്ന ആൻസർ 6350 ആണ്. 6350. ഇനി നിങ്ങൾ AC അടിക്കുകയോ ഒന്നും ചെയ്യണ്ട, അവിടെ വന്നോട്ടെ. 6350. അതായത് രണ്ടോട്ടം MRC അടിച്ച് AC അടിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? 25 × 254 M+ അടിച്ചു. ഓക്കെ, അടുത്തത് 32 × 306 M+ അടിച്ച്. 32 × 306 M+ അടിച്ച് 9792. അടുത്തത് 44 × 210. 44 × 410 അല്ലെ, 44 × 410 M+. 18,040. 18,040 എന്നിവിടെ കാണാം. 18,040. അടുത്തത് 52 × 452 M+. 23,504. 23,504. അടുത്തത് 60 × 528 M+. 31,680. 31,680. 31,680. അടുത്തത് 75 × 664 M+. 49,800. 49,800 കിട്ടി. 49,800 കിട്ടി. ഓക്കെ, ഈ വെറുതെ MRC അടിച്ചിരിക്കണേ 1,39,166 കേട്ടോ. നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? ചെക്ക് ബട്ടൺ കണ്ടോ? ഒന്ന് വെറുതെ ചെക്ക് ചെയ്തൊക്കെ നിങ്ങൾ ചെയ്തത് ഉണ്ടോ? 44 × 410. അതിന് മുമ്പ് സ്റ്റാർട്ടിങ് കൂടെ 25 അല്ലെ. ഓക്കെ, കാൽക്കുലേറ്ററിൽ AC അടിച്ചില്ലെങ്കിൽ സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത സ്റ്റെപ്പുകൾ 25 × 224 കിട്ടും. ഓക്കെ, ഈ വെറുതെ ഒരു മിനിറ്റ്. എത്ര ആൻസർ? 139, 169 കിട്ടിയില്ലേ? അതിന് പകരം 6350 പ്ലസ് 9792 പ്ലസ് 180 40 പ്ലസ് 23,504 പ്ലസ് 31,680 പ്ലസ് 49,800 ഈക്വൽ അടിച്ചു നോക്കി 139,166. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, സമയം കുറെ കളയണ്ട. 25 × 254 M+. വീണ്ടും വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. കോൺഫിഡൻസ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റിപ്പോലെ σxy കാണുമ്പോഴായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് റീചെക്ക് ചെയ്യുക. 25 × 2 MRC അടിക്കുക, AC അടിക്കുക. 25 × 254 M+, 32 × 306 M+, 44 × 410 M+, 52 × 452 M+, 60 × 528 M+, 75 × 664 M+. MRC 139, 166 കിട്ടി. ഓക്കെ, അപ്പൊ തെറ്റുകളൊന്നും ഇല്ല കേട്ടോ. അടുത്ത x². x² എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ 25 × 25 അല്ലെ. അപ്പൊ കാൽക്കുലേറ്ററിൽ വീണ്ടും 2 MRC അടിക്കുക, AC അടിക്കുക. 2 വട്ടം MRC ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് AC കാൽക്കുലേറ്ററിലെ AC ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, 25 × 25 × 25 അല്ലാത്ത വേറെ ഓപ്ഷൻ ഉണ്ട്. 25 × 25 M+. 625. 25 × 25 M+, 625. അടുത്ത് 32 × 32 M+, 1024. 1024. അടുത്ത് 44 × 44 M+, 1936. 1930. അത് 52 × 52 M+, 2704. 2704. ഓക്കെ, അടുത്തത് 60 × 60 M+, 3600. 60 × 60 M+, 3600. നെക്സ്റ്റ് 75 × 75 M+, 5625. 5625. അപ്പൊ ലാസ്റ്റ് MRC ചെക്കിന് 100 എത്ര ഞങ്ങൾ പറയും? 185. വെരി ഗുഡ്. 14. 185, 14. 155 അല്ലെ. 15,514. 15,514 കേട്ടോ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റല് ഒന്ന് σxy കാണുമ്പോഴാണ് തെറ്റുക. x² കാണുമ്പോൾ അത്ര തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പൊ തെറ്റാതിരിക്കാൻ കാൽക്കുലേറ്ററിന്റെ സഹായം നന്നായിട്ട് തേടാവുന്നതാണ് കേട്ടോ. ഇനി പിന്നെ ഈ തെറ്റല് ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ നിന്നാണ് സ്കിപ്പ് ചെയ്യല് പ്രോബ്ലംസ്.
ഇതൊരു ബിലോ ആവറേജ് കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ നേരത്തെ നമ്മൾ LPP ഒക്കെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ വെരി ബിലോ ആവറേജ്. ഓക്കെ, പക്ഷെ MCOM MBA കുട്ടികൾക്ക് അതൊരു സീൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കാണാം. ഓക്കെ, N B സിക്കൽ ടു ബിന്റെ ഫോർമുല ഒന്നും കൂടി എഴുതി, ഇവിടെ സ്ഥലമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ബിന്റെ ഫോർമുല ഒന്നും കൂടി എഴുതുക. B സിക്കൽ ടു N സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡഡ് ബൈ N സിഗ്മ X സ്ക്വയർ മൈനസ് സിഗ്മ X ഹോൾ സ്ക്വയർ. ഒന്നുകൂടി MBA QT MCOM QT അതിലൊക്കെ വരുന്ന 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. BCOMന് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി N എത്ര കൊല്ലുണ്ട്? 1 2 3 4 5 6. അപ്പൊ N സീക്വൽ ടു 6 ആണ്. വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കാം N സീക്വൽ ടു 6 കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോണേ, എന്റെ കൂടെ നിങ്ങൾ ചെയ്യണം. ഞാൻ കാൽക്കുലേറ്ററിൽ കാണിക്കും. കാൽക്കുലേറ്റർ ആണ് നമ്മളവിടെ രക്ഷിക്കുക. ഈ ഭാഗത്ത് നിന്ന് ഭൂരിഭാഗം കുട്ടികൾക്ക് തെറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ N 6 ഇൻറ്റു സിഗ്മ XY. സിഗ്മ XY എത്ര? 139 166. 6 ഇൻറ്റു സിഗ്മ XY 139 166 മൈനസ് സിഗ്മ X 288 മൈനസ് 288 ഇൻറ്റു ഇൻറ്റു 288 ഇൻറ്റു സിഗ്മ Y 2614. ന്യൂമറേറ്റർ അല്ലെ? അല്ല, ന്യൂമറേറ്ററിലാണ്. ന്യൂമറേറ്റർ തന്നെ കിടക്കട്ടെ. ഡിനോമിനേറ്റർ ഒന്നുകൂടി നോക്ക്. N സീക്വൽ ടു 6 ആണ്. 6 വർഷത്തെ ഡാറ്റ എന്നുള്ളത്. N ഇൻറ്റു സിഗ്മ XY 139 166 മൈനസ് സിഗ്മ X 288 ഇൻറ്റു സിഗ്മ Y 2614 ഡിവൈഡഡ് ബൈ N വീട് എത്ര? 6. സിഗ്മ X സ്ക്വയർ 15 514 മൈനസ് സിഗ്മ X 288 സ്ക്വയർ 288 സ്ക്വയർ. സോ 6 ഇൻറ്റു 139 166 മൈനസ് 288 ഇൻറ്റു 2614 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 15 514 മൈനസ് 288 സ്ക്വയർ കേട്ടോ. ഇവിടുന്ന് തെറ്റിക്കാറുണ്ട് ഭൂരിഭാഗം. ഏറ്റവും കൂടുതൽ ഹൈ മിസ്റ്റേക്ക് വരുന്ന ഭാഗമാണ് ഇത് കേട്ടോ. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് ഒരു മിസ്റ്റേക്ക് അവിടെ വരില്ല കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റർക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. 2 വട്ടം MRC ബട്ടൺ അടിക്കുക, എന്നിട്ട് AC അടിക്കുക. കാൽക്കുലേറ്റർ 2 വട്ടം MRC അടിക്കുക, AC അടിക്കുക. നിങ്ങൾ കാസിയോ കമ്പനിന്റെ കാൽക്കുലേറ്റർ വാങ്ങാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലേ നിങ്ങൾ കാൽക്കുലേറ്റ്, ഇപ്പൊ ഞാൻ സപ്പോസ് നേരത്തെ ഇവിടെ അങ്ങനെ 25 ഇൻറ്റു 284 32 ഇൻറ്റു 306 44 ഇൻറ്റു 410 ചെയ്യുന്നതിന്റെ ഇടയിൽ 44 ഇൻറ്റു 410 പകരം ഞാൻ 44 ഇൻറ്റു 210 എന്നാണ് ആദ്യം അടിച്ചത്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റി അല്ലെ. ഞാനൊന്ന് AC അടിച്ച്, എന്റെ മെമ്മറി ഉള്ളതിനൊന്നും സംഭവിക്കൂല. കാസിയോ അല്ലാത്ത കമ്പനിന്റെ കാൽക്കുലേറ്റർ ആണെങ്കിൽ മെമ്മറി ഉള്ളത് മൊത്തം പോകും. രണ്ടാമത് സ്റ്റാർട്ടിങ് ചെയ്യണം. അതുകൊണ്ടാണ് കാസിയോ വാങ്ങണം. കേരളത്തിൽ ആര് കാസിയോന്റെ കാൽക്കുലേറ്റർ വാങ്ങിയാലും എനിക്ക് 8% കമ്മീഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലതാണ്, കിട്ടിയാലേ കേട്ടോ. അപ്പൊ അടുത്ത് 2 വട്ടം MRC അടിച്ച് AC അടിച്ച് ഓക്കെ അടിച്ചല്ലോ. എന്നിട്ട് 6 ഇൻറ്റു ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണേ, അടിക്കണേ. 6 ഇൻറ്റു 139 166 6 ഇൻറ്റു 139 166 M പ്ലസ് ഓക്കെ M പ്ലസ് എന്നടിക്കുക. M പ്ലസ് കേട്ടോ. അടുത്തത് 288 ഇൻറ്റു 288 ഇൻറ്റു 26 14 288 ഇൻറ്റു 24 26 14 M മൈനസ് MRC ആൻസർ എത്ര? 82,164. 82,164. ഒന്നും കൂടി ഞാൻ പറയാം, ചില ആൾക്കാർക്ക് അത് മനസ്സിലായിണ്ടാവില്ല. ഫസ്റ്റത്തേന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് M പ്ലസ്. രണ്ടാമത്തത് കുറക്കലാണ്, അതുകൊണ്ട് M മൈനസ്. അതാണ് അതിന്റെ ലോജിക് കേട്ടോ. ഓക്കെ, 2 വട്ടം MRC അടിച്ചു, AC അടിച്ചു. ഒന്നും കൂടി 6 ഇൻറ്റു 139 166 M പ്ലസ്. 6 ഇൻറ്റു 139 166 M പ്ലസ്. 288 ഇൻറ്റു 26 14 M മൈനസ്. 288 ഇൻറ്റു 26 14 M മൈനസ് MRC.
82,164 82,164 ന്യൂമറേറ്റർ കിട്ടി, പ്രശ്നമൊന്നുമില്ല, കിട്ടി. ഇനി ഡിനോമിനേറ്റർ വീണ്ടും MRC, വീണ്ടും MRC എടുക്കുക. ഓക്കെ, 6 ഇൻറ്റു 155 14 M പ്ലസ് 6 ഇൻറ്റു 155 14 M പ്ലസ് 6 ഇൻറ്റു 155 14 M പ്ലസ്. ഓക്കെ, 288 സ്ക്വയർ കുറക്കണം. 288 ഇൻറ്റു 288 M മൈനസ് 288 ഇൻറ്റു 288 M മൈനസ് MRC 10,140 10,140 B is equal to നമുക്ക് കിട്ടി എത്ര? B is equal to 82,164 divided by 10,140 equal to 8.1029 8.103 എന്ന് എടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. 8.103 എന്ന് എടുക്കാണ് കേട്ടോ. 8.103. അപ്പൊ B is equal to 8.103 എന്ന് കിട്ടി. എല്ലാവർക്കും B സെറ്റ് അല്ലേ? ഞാൻ ഇവിടെ ഇത് അടിയിൽ കേട്ടോ, മറ്റേ സ്ഥലമില്ല, മറ്റേ സ്ക്രീൻ ഉപയോഗിക്കുന്നില്ല. 8.103 എന്ന് ഇവിടെ എഴുതി വെച്ചു കേട്ടോ. ഇനി ഞാൻ ഈ ചെറിയ ഭാഗങ്ങൾ മായ്ക്കുകയാണെങ്കിൽ എന്ത് കാണണം? A കാണണം. എന്ത് കാണണം പറയും? ഈ വാല്യൂ ഇവിടെ വെച്ചത് കൊണ്ട് നമുക്ക് കുറച്ച് പർപ്പസുകൾ ഉണ്ട്, അതുകൊണ്ടാട്ടോ. A എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൊ B തീരുമാനമായി. B is equal to 8.103. B കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വല്ല സീനും ഫീൽ ചെയ്തോ? ഡു യു ഫൈൻഡ് എനി ഡിഫിക്കൽറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? B കാണലാണ് ഏറ്റവും വലിയ സീൻ ക്വസ്റ്റ്യൻ കേട്ടോ. ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ പോലെ സന്തോഷത്തോടു കൂടി പോകാം കേട്ടോ. പോരാ മക്കളെ? മതി കേട്ടോ. അപ്പൊ അടുത്ത A is equal to y bar minus B into x bar. ശരി, ഡിഫിക്കൽറ്റി ചെയ്യാന്നുള്ളത് നോൺ അല്ലേ? ഓക്കെ, A is equal to y bar minus B into x bar. A is equal to y bar minus B into x bar. Y bar എന്ന് പറഞ്ഞ ആവറേജ്, വൈൻ്റെ ആവറേജ്. വൈൻ്റെ ആവറേജ് നിങ്ങൾ അത് കാണാൻ സീനാക്കാൻ വേണ്ട. എന്താണോ 2614 ആണ് ടോട്ടൽ 6 ഒബ്സർവേഷൻ ആണ്. ഓക്കെ, 2614 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 435 അല്ലെ? അല്ലടോ, Y bar കാണാം. 2614 ആണ് ടോട്ടല്. അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? പറയും. 435.66. 435.66. B നമുക്ക് കിട്ടിയിട്ടുണ്ട് 8.103. 8.103 B കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു എക്സ് ബാർ. എക്സ് ബാർ എത്ര? 288 ആണ് സിഗ്മ എക്സ്. ഈ സൈഡ് ഇടത് ഭാഗത്ത് കിട്ടിയില്ലേ? 288 ആണ് എക്സ്. എന്ത് ചെയ്താ അതുണ്ട്? 288 ആണ് എക്സ് സിഗ്മ എക്സ്. 6 ഐറ്റംസ് ആണുള്ളത് അല്ലെ? ആവറേജ് തന്നതാ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. 288 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 48. ഈക്വൽ ടു 48 ഇൻറ്റു 48 ഇൻറ്റു 48. അപ്പൊ A is equal to, സോറി ഇവിടെ മൈനസ് ആണല്ലോ, നമ്മളെന്ത് നമ്മൾ പ്ലസ് അടിച്ചു പോയി. ഓക്കെ ഓക്കെ, 8 ഇൻറ്റു 8.108 ഇൻറ്റു 48. സോ അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കട്ടോ, അല്ലെങ്കിൽ സാധാരണ രീതി ചെയ്താലും മതി. ഓക്കെ, 435.66 2 MRC അടിച്ചിട്ട് സാധാരണ രീതി ചെയ്താൽ മതി. ഞാൻ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയി പറയുന്നില്ല. 2 MRC ഇരിക്കുക 435.66 M പ്ലസ് 8.103 ഇൻറ്റു 48 M മൈനസ് MRC 46.716 എന്ന് കിട്ടും. 46.716 എന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 8.103 ഇൻറ്റു 48 അത് ആദ്യം കണ്ടുപിടിക്കുക. 8.103 ഇൻറ്റു 48 കണ്ടുപിടിക്കുക. അത് 387.944 ആണ്. ഇവിടെ 435.66 ഉണ്ട്. 435.66 നിന്ന് 388.944 കുറച്ചാൽ 46.716 കിട്ടുന്നുണ്ട്. സോ A is equal to 46.716 716 46.716 46.716. എല്ലാവർക്കും ഓക്കെ അല്ലേ? കമന്റ് പറയണോ?
Are you okay? Class കഴിഞ്ഞിട്ട് മതി വിചാരിക്കണോ? The last point എത്തി. Are you okay? Are you enjoying? ക്ലാസ്സിന്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞ്. Are you enjoying? പോണോ നിർത്തണോ? Shall we continue or not continue? Oh, enjoying. Continue or not continue? നിങ്ങളെ കോൺഫിഡൻസും നിങ്ങളെ പിന്നെ ഓക്കെ അത് നോക്കട്ടെ. Continue or not continue? Enjoying. Okay, simple. Okay. Now ഇതിന്റെ മീനിങ് ആണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് what is the regression equation? Thank you. Okay. What is the regression equation y on x എന്നാണ് question number 1. Question number 1 കണ്ടോ? What is the regression equation y on x എന്നാണ് നമ്മുടെ question number 1 കണ്ടോ? What is the regression equation y on x? അതിന്റെ ആൻസർ regression equation y on x. Regression equation y on x is regression equation y on x is y is equal to a plus bx. Y is equal to a plus bx. ഞാൻ കളർന്ന് ചേഞ്ച് ചെയ്യാം. അത് കൺഫ്യൂഷൻ വരും. Y is equal to a plus bx. Y is equal to a plus b. That is y is equal to ഏതെത്ര 46.716 എന്നുള്ളത് 72 ആക്കാം. കുഴപ്പമുണ്ടോ? 46.716 എന്നുള്ളത് 72 ആക്കട്ടെ. ഇനി വേണ്ട 76 എന്നോട്ടെ പ്ലസ് ബി എത്ര 8.103 into x 8.103 into x 8.103 into x. ഒറ്റ മിനിറ്റ് ഇതിന്റെ ഒരു അർത്ഥം കൂടി പറയണ്ടേ, അപ്പല്ലേ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ കല്യാൺ സിൽക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. കല്യാൺ സിൽക്സിലെ ഓക്കെ എ എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്നത് എന്താണ് സാറേ, വൈ എന്ന് പറയുന്നത് എന്താണ് സാറേ അല്ലെ. വൈ ഇസ് ദി സെയിൽസ് ആണ്, വൈ ഇസ് ദി എന്താണ് പറയുക സെയിൽസ് ആണ്. ശ്രദ്ധിക്കുക, എ ഇസ് കോൾഡ് ഒറിജിൻ എന്നാണ് പറയാ. എന്താ പറയാ ഒറിജിൻ എന്ന പുതിയൊരു ടേം ആണ്. ബി ഇസ് കോൾഡ് സ്കെയിൽ എന്നൊക്കെ പറയും. ഓക്കെ സ്കെയിൽ എന്നൊക്കെ പറയാം. ഇതിന്റെ മീനിങ് ഞാൻ പറയാ. ശ്രദ്ധിക്കുക, നാളെ തൊട്ടിട്ട് പൃഥ്വിരാജ് ബ്രാൻഡ് അംബാസിഡർ ആയ കല്യാൺ സിൽക്സ് ഒരു പരസ്യവും ടിവിയിൽ ചെയ്യുന്നില്ല. മനോരമയില് ജാക്കറ്റ് ഇല്ല, മാതൃഭൂമിയില് ജാക്കറ്റ് ഇല്ല, 24-ല് പരസ്യമില്ല, ഏഷ്യാനെറ്റില് പരസ്യമില്ല, ഒരു പരസ്യവും ഇല്ല. എങ്കിൽ അവിടെ 46 കോടി രൂപയുടെ ബിസിനസ് നടക്കും. കോടി 46.8. ഒരു പരസ്യം ഇല്ലെങ്കിൽ അവിടെ എത്ര നടക്കും? ഒരു പരസ്യം ഇല്ലെങ്കിൽ 46. ഫിക്സഡ് കോസ്റ്റ് പോലെ. എന്തുപോലെ? ഫിക്സഡ് സെയിൽസ്. ഈ ഫോമുല ഫിക്സഡ് കോസ്റ്റ് കാണാനും വേരിയബിൾ കോസ്റ്റ് കാണാനും മാറി ഉപയോഗിക്കാറുണ്ട്. അതും ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാണ്ടോ? ബഡ്ജറ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് കാണാനും നമ്മുടെ ഈ ഫോമുല ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പൊ 46.76 കോടി രൂപയുടെ ബിസിനസ് ഒരു പരസ്യം ഇല്ലെങ്കിൽ അവിടെ നടക്കും. പരസ്യം ഇല്ലെങ്കിൽ അവിടെ നടക്കും. അതാണ് എയുടെ അർത്ഥം. എയുടെ മീനിങ് മനസ്സിലായോ? വെറുതെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ട കേട്ടോ. ബിയുടെ അർത്ഥം 8.016 അല്ലേ. എന്താ ബിയുടെ അർത്ഥം പറയുന്നത്? നിങ്ങൾ 1 കോടി രൂപ നിങ്ങള് ഓക്കെ 1 കോടി രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ എത്ര? 1 കോടി രൂപ നിങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചാല് 8.01 കോടി കിട്ടും. ഓരോ 1 കോടി 8 ഇരട്ടി കിട്ടും. 8.013 ഇരട്ടി 8 ഇരട്ടി. സപ്പോസ് നിങ്ങൾ 10 കോടിയാണ് പരസ്യത്തിന് ചെലവഴിക്കുന്നതെങ്കിൽ 10 കോടിയാണ് പരസ്യത്തിന് ചെലവഴിക്കുന്നതെങ്കിൽ 8.103 into 10 81 കോടി രൂപയുടെ പരസ്യം പരസ്യം കൊണ്ട് കിട്ടും. പ്ലസ് ഒരു കച്ചവടം ഇല്ലെങ്കിൽ 46.76 ഉണ്ടാവൂലേ, 127 കോടി രൂപയുടെ ബിസിനസ്. 127.7475 കോടി. ഓക്കെ, അപ്പം അതാണ് ഇതിന്റെ മീനിങ്. മനസ്സിലായോ? മീനിങ് മനസ്സിലായോ? പറയടോ, മീനിങ് മനസ്സിലായോ? ഓക്കെ, ഇനി ശ്രദ്ധിക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ റിഗ്രഷൻ. അതാ നിൽക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the estimated sale when the amount spent on advertising is 90 or 60? ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇത് മായ്ക്കണം. Amount spent on advertisement is 90 അല്ലെ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. What is the എന്താണ് amount spent on? അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, what is the amount spent on advertising? What is the sale when the amount spent on advertising is 90? Okay, അപ്പൊ ഇതിപ്പോൾ third question, when x is equal to 90, when x is equal to 90 എന്ന് പറഞ്ഞാൽ advertisement 90 ആണെങ്കിൽ, when x is equal to 90, the sales y is equal to 46.716 plus
8.013 into x is equal to 90. X is equal to 90. അതിവിടെ കൊടുത്തു. ഈ എക്സ് കണ്ടോ, എക്സ് എന്നുള്ളതാണ് അവിടെ കൊടുത്തു. നിങ്ങൾ പറയും ആൻസർ എന്താണല്ലേ അല്ലെ? ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. 8.013 into 90 plus 46.716 equal to 767.886. 767.886. 767.886. 8.013 അല്ല, 103 അല്ല. അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചോളൂ കേട്ടോ. 103. 8.013 അല്ല, 103 ആണ്. ആൻസർ ചെക്ക് ചെയ്തോ. 8.103 into 90 plus 46.716. That is 775.986. 775. ആ പോയിന്റ് അങ്ങോട്ട് മാറി അത്രയും ഡിഫറൻസ് വന്നു. 775.986 എന്നുള്ളത് 776 എന്ന് പറയാം കേട്ടോ. 776 ശരിയാ. ഒരു 1.5 ലക്ഷം രൂപ ഷോർട്ടേജ് അല്ലേ? സിമ്പിൾ മണി. ഓക്കെ, തെറ്റല്ലേ? തെറ്റല്ലേ? ഇനി അടുത്തൊന്ന് കാണാനില്ലടോ, ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് 2 minutes കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കി. വാട്ട് ഇസ് എ റിഗ്രഷൻ ഇക്വേഷൻ? ഓക്കെ, നേരം വൈകിയോ? ഇത് കഴിഞ്ഞിട്ട് പോരെ? മതി 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 കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ എടുക്കി. വാട്ട് ഇസ് ദി regression? Second question. What is the regression equation x on y? 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 That's our question. What is the regression equation x on y? Okay. Regression equation x on y is x is equal to y minus a by b. Regression equation x on y is equal to x is equal to y minus a by b. X is equal to y minus a by b. That is x is equal to y minus a. A 46.716 divided by b 8.103. 8.103. 8.103. ഇതാണ് നമ്മുടെ എക്സിന്റെ ഫോർമുല. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലെ? എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 1000 കോടി രൂപ അല്ലെ? അല്ലെ, എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. 1000 കോടി രൂപയുടെ ബിസിനസ് കിട്ടാണ് അല്ലെ? അതല്ലേ ഫോർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ? വാട്ട് ഈസ് ദ എമൗണ്ട് ടു ബി സ്പെൻഡ് ടു ജനറേറ്റ് എ സെയിൽ ഓഫ് 1000 അല്ലെ? 1000 കോടി രൂപയുടെ കച്ചവടം നടക്കാൻ എത്ര കോടിക്ക് പരസ്യം ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. 1000 കോടിക്ക് പരസ്യം, 1000 കോടി രൂപയുടെ കച്ചവടം നടക്കാൻ എത്ര കോടിന്റെ പരസ്യം ചെയ്യണം? എഴുതിക്കൊള്ളി ആൻസർ. വെൻ എന്താണ് 1000 കോടിന്റെ കച്ചവടം നടക്കുക എന്ന് പറഞ്ഞാ y is equal to 1000. y is equal എന്താണ്? 1000. എഴുതിക്കൊള്ളു. വെൻ y is equal to 1000, when y is equal to 1000, the value of x is equal to value of x is equal to value of x is equal to when y is equal to 1000, the value of x is equal to y എന്നുള്ളത് 1000 ആണ്. then what is the value of x? x is equal to y minus a divided by b അല്ലേ? so what is y? 1000. y is എന്താ പറയാ? 1000. y is 1000. so 1000 minus 46.716 divided by 8.103. so answer is 117.65. 117.645. 117.65. Are you okay? Are you okay? നമ്മുടെ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഓക്കെ, ഇതാണ് ഒരു ഓർഡിനറി CMA കാരൻ ചെയ്യാം. സാധാരണ CMA കാരനെ സാധാരണ മാത്തമെറ്റീഷ്യൻസ് ഇങ്ങനെ ചെയ്യും. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി CMA കാരനെ 1 ലക്ഷം 2 ലക്ഷം രൂപ സാലറി ആണ്, നാളെ ഇത്രയും ചെയ്താൽ മതി. മാസം 20 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു CMA കാരൻ ചെയ്യൽ ഇങ്ങനല്ല. കാരണം പറയാൻ സമയമില്ല അല്ലെ? എന്താ ചെയ്യുന്നത് കേൾക്കണോ? സമയമില്ല. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്താൽ മതി. താങ്കൾ പറയാം. 20 lakhs സാലറി വാങ്ങുന്ന CMA കാരനും
ഓക്കെ 2 lakhs സാലറി വാങ്ങുന്ന CMA കാരനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാൻ പോണോ വേണ്ട എന്നുള്ളത് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ല. പറഞ്ഞു സാർ എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാര്. ചില ആരും പറയൂ കേൾക്കണോ? ഓക്കെ. ഈ ബാക്കിയുള്ളൊക്കെ ഈ ഹൈ ലെവൽ സാലറി ഹൈ പ്രൊഫൈൽ ആളുകളൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഹാഷ് പോഷിക്കാരും അവർ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ മോസ്റ്റ്ലി കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു കയ്യിൽ ആപ്പിളിന്റെ ഒരു സാധനം, മറ്റേ കയ്യിൽ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സാധനം, ഐപാഡിന്റെ ഫുൾ പ്രസന്റേഷൻ, ഫുൾ ഗ്രാഫിക്സ് ഗിമ്മിക്സുകളാണ്. ഓക്കെ, അതാണ് സത്യത്തിൽ അവരുടെ വിജയം. ഓക്കെ, നിങ്ങളോട് നിങ്ങളെ മാനേജർ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങൾ 1001 എത്ര കോടിക്കാ? 90 കോടിക്ക് ചെയ്താൽ എത്ര റുപ്യ കിട്ടുന്ന ചോദിച്ചത് അല്ലെ? അത് നിങ്ങൾ പ്രവചിക്കാൻ പോവാ. ഓക്കെ, നിങ്ങളെ ഈ ഫോർമുല, നമ്മുടെ ഫോർമുല എന്താ പറയുക? വൈന്റെ പ്രവചിച്ച ഫോർമുല y=a+bx അല്ലേ? 46.716 പ്ലസ് 8.103 ഇൻറ്റു എക്സ് അല്ലേ നമ്മുടെ ഫോർമുല? വെറുതെ ഒന്ന് പെട്ടെന്ന് സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, എനിക്ക് സമയമില്ലാത്തല്ലോ, നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടോ? 25 കോടി റുപ്യന്റെ ഇവിടെ നോക്കി, ഇവിടെ ഇത് ആക്ച്വൽ ആണ്, ഇതെന്താണ് പറയും? ആക്ച്വൽ ആണ്, ഇതെന്താണ്? പ്രവചനാണ് കേട്ടോ. 25 കോടി റുപ്യന്റെ ബിസിനസ് ആണെങ്കിൽ എത്ര ഉണ്ടാവും നോക്കി? 8.103 ഇൻറ്റു 25 പ്ലസ് 46.716 എത്ര? 249 നമ്മുടെ പ്രവചനം. 249.29. ഓക്കെ, ഇനി 32 ആകുമ്പോൾ നമ്മുടെ പ്രവചനം 32 ഇൻറ്റു 8.103 ദാറ്റ് ഈസ് 259 നമ്മുടെ പ്രവചനം. യഥാർത്ഥത്തിലുള്ള ബിസിനസ് 306. അടുത്ത് 44 ആകുമ്പോൾ 44 ഇൻറ്റു 44 ഇൻറ്റു 8.103 പ്ലസ് 46.716 403 നമ്മുടെ പ്രവചനം. പക്ഷെ യഥാർത്ഥത്തിലുള്ള ബിസിനസ് 410. അടുത്തത് 52 അല്ലെ? 52 ഇൻറ്റു 8.103 പ്ലസ് 46.716 468 നമ്മുടെ പ്രവചനം. പക്ഷെ നടന്നത് 452. 60 ആകുമ്പോൾ 60 ഇൻറ്റു 8.103 480 പ്ലസ് 46.716 നമ്മുടെ പ്രവചനം 532. 532.83 ഓക്കെ, 880. ഇനി 75 ആകുമ്പോൾ 75 ഇൻറ്റു 8.103 പ്ലസ് 46.716 654 നമ്മുടെ പ്രവചനം. യഥാർത്ഥ ബിസിനസ് 664. യഥാർത്ഥ ബിസിനസ് 664. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഉണ്ടാക്കിയ ഫോർമുല പ്രകാരമുള്ള വാല്യൂവും ഒക്കെ യഥാർത്ഥത്തിൽ നടന്ന സെയിൽസ് കൂടി കാണിച്ചു അല്ലെ? നമ്മോട് കാണാൻ പറഞ്ഞത് 90 ആകുമ്പോൾ എത്രയായിരുന്നു നമ്മുടെ വാല്യൂ എന്നാണ് ചോദ്യം അല്ലെ? 90 ആകുമ്പോൾ എത്രയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എത്രയായിരുന്നു നമുക്ക് കിട്ടിയ പ്രവചിച്ചത്? അത് പറഞ്ഞേ, എത്ര പ്രവചിച്ച് കിട്ടിയത്? അതൊക്കെ മുങ്ങിയോ? അതുണ്ടോ എല്ലാവരും? ഇന്നോട് ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ മുങ്ങിയോ? മക്കളെ പറയൂ, എത്ര? വാട്ട് ഈസ് ദ വാല്യൂ വെൻ x 775 അല്ലെ? എല്ലാവരോടും ഉണ്ട് അല്ലേ? ഓക്കെ, 775 നമ്മുടെ പ്രവചിച്ച വാല്യൂ എത്രയാണ്? 775. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിട്ടോ, ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു ഗ്രാഫ് ഉണ്ടാക്കും, കുറച്ച് വൃത്തിയിൽ, എന്നല്ല വൃത്തിയിൽ ഉണ്ടാക്കി നിങ്ങൾ പറയും. ഓക്കെ, 25 കോടി നമ്മുടെ പാസ്റ്റ് ഡാറ്റ. അന്ന് 25 കോടി ചെലവഴിച്ചു, 284 കിട്ടി. 32 കോടി ചെലവഴിച്ചു, 306 കിട്ടി. 44 കോടി ചെലവഴിച്ചു, 410 കിട്ടി. ഇതൊക്കെ ഗ്രാഫിക്സിൽ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ കണ്ട് വരക്കും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ വരക്കാന് സ്ഥലമില്ല. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് പ്രവചിക്കും. ഓക്കെ, സോറി, ഇതാണ് ഒറിജിനൽ ഡാറ്റ. ഇനി നമ്മളെ എന്ത് ചെയ്യാൻ പോണറിയോ? പ്രവചിച്ച ഡാറ്റ വേറെ കളറിൽ വരയ്ക്കുക. ഇത് റെഡില്, മറ്റേ റെഡ്. ഇതില് 254 യഥാർത്ഥത്തിൽ കിട്ടിയ ബിസിനസ്. പക്ഷെ ഞങ്ങളുടെ പ്രവചനം ഇവിടെ 249. ഇറ്റ് ഈസ് ക്ലോസ് ടു ദിസ്. ഇവിടെ 306 യഥാർത്ഥ ബിസിനസ്. ഞങ്ങളുടെ പ്രവചനം 259. ക്ലോസ് ടു ദിസ്. 410 യഥാർത്ഥ ബിസിനസ്. ഞങ്ങളുടെ പ്രവചനം 403. 452 ആക്ച്വലി. പക്ഷെ ഞങ്ങളുടെ പ്രവചനം 428. ഇതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ഓക്കെ, 528 യഥാർത്ഥ വാല്യൂഷൻ. ഞങ്ങളുടെ പ്രവചനം 532. കുറച്ച് കൂടുതലാണ്. ഓക്കെ, 664 യഥാർത്ഥ സെയിലേഷൻ. ഞങ്ങളുടെ പ്രവചനം 654. ഇതാണ് ഞങ്ങളുടെ പ്രവചനം. ഇനി അടുത്ത ഞങ്ങളുടെ പ്രവചനം 775 ആക്ച്വലി ഇല്ല, കാരണം ബിസിനസ് തന്നിട്ടില്ലല്ലോ.
ഇനി നിങ്ങൾ നമ്മുടെ ഈ രണ്ട് കളർ കണ്ടോ, റെഡ് കൊണ്ടുള്ള ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ച്, റെഡിന്റെ ഗ്രാഫ് ഇങ്ങനെ എക്സൽ ഇങ്ങനെ വരച്ച്, ഇതാണ് ഓക്കെ ആക്ച്വല്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഇങ്ങനെ ഗ്രാഫ് വരച്ചു കണ്ടോ. ഇതാണ് സാറേ ഞങ്ങളും പ്രൊജനലും തമ്മിലുള്ള പ്രവചനം കണ്ടോ. ചെറിയ ചില ഡിഫറൻസുകൾ എന്നുണ്ട്, ഞങ്ങളെ പ്രവചിച്ച വാല്യൂ ഒറിജിനൽ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറയാൻ പോകുന്നത് 90 കോടിക്ക് ബിസിനസ് ചെയ്താല് 775 കോടി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രവചനം. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം കണ്ടോ, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറച്ചിങ്ങനെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് കണ്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിഫറൻസ്, ഇവിടെയൊക്കെ കറക്റ്റ് ആണ്, ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഞങ്ങളുടെ പ്രവചനവും ആക്ച്വൽ പ്രവചനവും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ 775 എന്ന് ഞങ്ങൾ പ്രവചിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ അത് 790 അല്ലെങ്കിൽ അത് 760 പോകും. ഇതാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറയും. ഇനി അത് കണ്ടുപിടിക്കാണ് കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. 95% കോൺഫിഡൻസ്, ഇതിന്റെ സ്റ്റാൻഡേർഡേഷൻ കാണാം. ഓക്കെ, എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് 1.96 സ്റ്റാൻഡേർഡ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികളുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ കണ്ട് പറയുമ്പോൾ വാല്യൂ കൂടും. മറ്റേത് നിങ്ങൾ ഇങ്ങനെ വെറും CMA എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പണി കാച്ചോർക്ക്. ഓക്കെ, സോ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഫുൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് തരാം, ഞാൻ പഠിപ്പിക്കൂല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും കേട്ടോ. സോ എവരിബഡി ഹാപ്പി ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം വൈൻഡിങ് അപ്പ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇങ്ങനെ ഷോ ഓഫ് കാണിക്കാനുള്ള സ്കില്ലും കൂടി ഉണ്ടാക്കിയിരിക്കും കേട്ടോ. താങ്ക് യു എവരിബഡി. ഓക്കെ, നിർത്താം കേട്ടോ. താങ്ക്സ് എ ലോട്ട്.